ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങാത്ത ഇടവകളിലെ വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ നാളെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകളിൽ ഒരു പരിശുദ്ധ കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാൻ ധാരണ. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ജൂൺ 21 നൽകിയ സിനഡാനന്തര അറിയിപ്പിൽ വിശദീകരണവുമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കി. ഇതുപ്രകാരം 2024 ജൂലൈ 3 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള രീതി തുടരാവുന്നതാണ്. ഇക്കാര്യത്തിൽ സിനഡ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിരൂപതയിലെ കാനോനിക സമിതികളുമായി ചർച്ച നടത്തുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിനനുസൃതമായി അതിരൂപതയിലെ എല്ലാ കാനോനിക സമിതികളുടെ രൂപീകരണവും അതിരൂപതയിലെ ഡീക്കന്മാരുടെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നടത്തുന്നതാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും വ്യക്തമാക്കി. അതേസമയം ജൂൺ 9 പുറത്തിറക്കിയ സർക്കുലറിലെയും ജൂൺ 21 സിനഡാനന്തര അറിയിപ്പിലെയും നിർദ്ദേശങ്ങൾ മാറ്റമില്ലാതെ തുടരും. കാനോനിക ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിലെ ഇളവുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കൂടുതലായ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഏകീകൃത കുർബാനയർപ്പണം അതിരൂപതയിൽ സുഗമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വിശദീകരണം.